ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഗോവ ട്രിപ്പ്. അപ്പം നമ്മളിപ്പോൾ ഫോർത്ത് ഡേയിലാണ്. ഫോർത്ത് ഡേയിൽ നമ്മളിപ്പോൾ ഓൾറെഡി എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ നമ്മൾ എയർബിഎൻബിയിലെത്തി ചെക്ക് ഇൻ ചെയ്ത് അന്ന് അവിടെ സ്റ്റേ ആയി. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോകുന്നത് ചപ്പോറ ഫോർട്ടിലേക്കാണ്. ഈ ചപ്പോറ ഫോർട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ, കുറേ സെയിം റിസംബ്ലൻസും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ചപ്പോറ ഫോർട്ടിലെത്തി. ചപ്പോറ ഫോർട്ടിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഈ ഏകദേശം ചപ്പോറ ഫോർട്ട് കറങ്ങി വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മോസ്റ്റ്ലി ഇപ്പോൾ വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആക്ച്വലി ഇവിടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഞാൻ പറയുന്നത് ഇവിടുത്തെ വ്യൂസ് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോകാൻ പറ്റും. കാരണം ഇതിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പോറ ഫോർട്ടിൻ്റെ മേലെ പോയാൽ നിങ്ങൾക്ക് ചപ്പോറ റിവർ, അതുപോലെ അറേബ്യൻ സീയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ദിൽ ചാത്താ ഹേ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. ഇത് ഭയങ്കര ഓൾഡ് സോങ് ആണ്. ഈ സോങ്ങിൽ സൈഫ് അലി ഖാനും ആമിർ ഖാനും അക്ഷയ് ഖന്നയും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ചപ്പോറ ഫോർട്ടിൽ വെച്ചിട്ടാണ്. അത് ആ സോങ്ങിന് ശേഷമാണ് ആക്ച്വലി ചപ്പോറ ഫോർട്ട് ഒന്നുകൂടെ ഫേമസ് ആയെന്നാണ് ഞാൻ കേട്ടത്. അതേപോലെ തന്നെ ഈ ചപ്പോറ ഫോർട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ ബിൽഡ് ബൈ ആദിൽ ഷാ ഓഫ് ബിജാപൂർ എന്നുള്ളവരാണ് ആക്ച്വലി ഒറിജിനലി ഇത് ബിൽഡ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇതൊരു 17th സെഞ്ച്വറിയിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നൊരു കാര്യമാണ്. മോസ്റ്റ്ലി ഇന്ന് എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗീസുകാർ വന്ന ശേഷമാണ് ആക്ച്വലി ഗോവയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായത്. അതേപോലെ തന്നെ ഇവിടുത്തെ സറൗണ്ടിങ്സ് ആയാലും സൺസെറ്റ് വ്യൂസ് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ആക്ച്വലി ക്രൗഡഡ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. നല്ല വ്യൂ ആണ്. നമുക്ക് വ്യൂ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചപ്പോറ റിവർ കാണാനും അറേബ്യൻ സീ കാണാനും പറ്റും. ഏറ്റവും നല്ല രസം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ഗ്രീനറീസ് കാണാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല രസം. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് പീസ്ഫുൾനെസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും പറ്റിയൊരു സ്ഥലവും നല്ലൊരു വ്യൂവും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ചപ്പോറ ഫോർട്ടിൽ നിന്ന് നേരെ അഞ്ജന ഫ്ലീ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ. അഞ്ജന ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് വൈബ്രൻറ്റ് മാർക്കറ്റ് ഇൻ ഗോവയാണ്. ആക്ച്വലി ഇത് വെനസ്ഡേയ്സിലാണ് ഓപ്പൺ. അല്ലാത്ത ദിവസങ്ങളിലും നമുക്കിപ്പോൾ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ വെനസ്ഡേയ്സ് ആണ് അഞ്ജന ഫ്ലീ മാർക്കറ്റിൻ്റെ മെയിൻ ഡേ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് 1960s ആ കാലത്ത് ഹിപ്പീസ് അവരുടെ ട്രാവൽസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇവിടെ സാധനങ്ങൾ സെയിൽ ചെയ്തിട്ടായിരുന്നു അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇത് വന്നിട്ട് ഷോപ്പേഴ്സിനും കൾച്ചർ ലവേഴ്സിനും മറ്റൊരു പാരഡൈസ് പോലത്തെ ഒരു സ്ഥലമായി മാറുകയാണ് ചെയ്തത്. ആക്ച്വലി അഞ്ജന ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റും ക്ലോത്തിങ്ങും ആക്സസറീസും ആർട്ടും ഡെക്കറും മ്യൂസിക്കും ഫുഡും അങ്ങനെ ഒരു ലൈവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ആക്ച്വലി ഈ മാർക്കറ്റിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാർഗെയിനിങ് ആണ്. ബാർഗെയിനിങ് ഇസ് കീ എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഒരു സാധനത്തിൻ്റെ വില ചോദിക്കും, നമ്മൾ ഹാഫ് പ്രൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമുക്ക് പറ്റിയ ഒരു റേറ്റിൽ നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇത് ബെസ്റ്റ് ടൈം ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് മോർണിംഗ് ആണ്. കാരണം ആ സമയത്ത് അത്ര ക്രൗഡഡ് ആയിരിക്കില്ല. അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ ലോക്കൽ ഫുഡ് സ്റ്റോൾസും അതേപോലെ തന്നെ നല്ല ഗോവൻ എക്സ്പീരിയൻസും കിട്ടണമെങ്കിൽ നമ്മൾ അഞ്ജന ഫ്ലീ മാർക്കറ്റ് എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് മ്യൂസിക്കും സ്ട്രീറ്റ് പെർഫോമൻസസൊക്കെ നമുക്ക് അഞ്ജന ഫ്ലീ മാർക്കറ്റിൽ കാണാൻ പറ്റുമേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മോനൊരു കുഞ്ഞു ഡമര് വാങ്ങി. നല്ല രസമായിരുന്നു അവർ ഡമര് കൊട്ടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. മ്യൂസിക്കും മാർക്കറ്റും വ്യൂസും മാത്രമല്ല കേട്ടോ, ട്രിപ്പ് വെക്കാനേ നമുക്ക് സ്ട്രേഞ്ചേഴ്സായ കുറേ ഫ്രണ്ട്സിനെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടായിരുന്നു കാരൻ.
കാരൻ ആക്ച്വലി ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ ആളൊരു അടിപൊളി റൈഡറും കൂടിയാട്ടോ. അങ്ങനെ നമ്മുടെ ഗോവൻ ട്രിപ്പിലെ 5th ഡേ ആയിട്ടോ. 5th ഡേ മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ആക്ച്വലി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനും മോനും അക്വേറിയസ് ആണ്. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് മ്യൂസിയം പോകാൻ പ്ലാൻ ചെയ്തു. മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയുടെ ഒഫീഷ്യൽ മ്യൂസിയം അല്ല കേട്ടോ, ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. മോഗ് എന്നാണ് ഇതിൻ്റെ പേര്. മോഗ് എന്ന് പറഞ്ഞാൽ ദ മ്യൂസിയം ഓഫ് ഗോവ. ഈ മ്യൂസിയത്തേക്ക് പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടിനെ റിസംബിൾ ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഈ റോഡ് നമുക്ക് എത്തിച്ചേരുന്നത് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് കേട്ടോ. ഇത് ആക്ച്വലി നോർത്ത് ഗോവയിൽ തന്നെയാണ്, പക്ഷേ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഇതിനടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈമിങ്സ് എന്ന് പറയുന്നത് മോർണിംഗ് 10 AM ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 AM മുതൽ 6 PM വരെ ഇത് ഓപ്പൺ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കിതിനകത്ത് പോകാൻ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ ഞങ്ങൾ പേ ചെയ്തത് 150 ആണ് പെർ പേഴ്സണ് കൊടുത്തത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. സുബോധ് കേർക്കർ എന്ന പേരുള്ള ഒരു ആർട്ടിസ്റ്റാണ് ആക്ച്വലി ഇതിൻ്റെ ഫൗണ്ടർ. ഇവിടെ മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്സാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഗോവൻ കൾച്ചറും ഹിസ്റ്ററിയും അതുപോലെ സോഷ്യൽ തീംസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ ആർട്ട് എക്സിബിഷൻസും വർക്ക്ഷോപ്സും ഇവൻറ്റ്സും അതുപോലെ തന്നെ ഗോവൻ ഹെറിറ്റേജും ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമുക്ക് കഫേയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Gone crazy. I mean, this is such a good practice, and now he sits on the roadside and does some painting and one challenge. But
എൻഫീൽഡിലെ ഒരു കഫേയിലേക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കേട്ട് കാണും ഗാരേജ് കഫേ. ആക്ച്വലി നമ്മുടെ റോയൽ എൻഫീൽഡിന് അവരുടേതായ കുറേ ഷോറൂംസ് ഉണ്ട്. അതിലൊരു മെയിൻ ഷോറൂമാണ് ഗോവൻ ഷോറൂം. അപ്പോൾ ആ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ബീച്ചിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയത് വാഗട്ടർ ബീച്ചിലാണ് കേട്ടോ. വാഗട്ടർ ബീച്ച് എന്ന് പറയുന്നത് നോർത്ത് ഗോവയിലെ ഒരു ഫേമസ് ആയ ബീച്ചാണ്. ഇത് മോസ്റ്റ്ലി ഇപ്പോഴും ലെസ് ക്രൗഡഡ് ആയുള്ള ഒരു ബീച്ചാണെന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും സ്പോർട്സും ഒരുപാട് വാട്ടർ ഗെയിംസൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആക്ച്വലി ഇതിനടുത്ത് റെഡ് ക്ലിഫ്സും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡും അതുപോലെയുള്ള വൈബ്രൻറ്റ് നൈറ്റ് ലൈഫുമാണ് ഈ ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വാഗട്ടർ ബീച്ച് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബിഗ് വാഗറ്റാറും പിന്നൊന്ന് ലിറ്റിൽ വാഗറ്റാറും. നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് സൈഡിലുള്ള ബിഗ് വാഗറ്റാറിലാണ്. ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്വഞ്ചർ ആൻഡ് വാട്ടർ സ്പോർട്സ് ആണ്. ജെറ്റ് സ്കൈങ്ങും പാരാസെയിലിങ്ങും ബനാന ബോട്ട് റൈഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൾക്കാർ ഈ സ്പോർട്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. റിലാക്സേഷനും പറ്റിയ സ്ഥലമാണെങ്കിലും ഇവിടുത്തെ വാട്ടർ സ്പോർട്സും അഡ്വഞ്ചേഴ്സും എല്ലാം നല്ല രസമാണ്. വാട്ടർ സ്പോർട്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ഗെയിംസ് ആയ ക്രിക്കറ്റും ഫുട്ബോളും ഇതൊക്കെ എല്ലാം കാണാൻ സാധിക്കും. അതിന് പുറമെ ഇവിടെ ബ്രെഡ് ടേക്കിംഗ് സൺസെറ്റാണ്. അത്രയും നല്ല സ്റ്റണ്ണിങ് വ്യൂ ആണ്. ഫേമസ് ആയ ഈ ബീച്ചിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പാർട്ടിയും ഷാക്സും ക്ലബ്സും ആണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ എയർബിൻബിയിൽ തിരിച്ചെത്തി കേട്ടോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എയർബിൻബി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ നമുക്ക് വെറൈറ്റീസ് ഓഫ് സ്റ്റേസ് അവൈലബിൾ ആണ്. ബീച്ച് ഹൗസസ്, ഫാം സ്റ്റേസ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റേസും യൂണീക്ക് ആയിട്ടുള്ള സ്റ്റേസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കിച്ചൺസും ലോണ്ട്രീസും വർക്ക് സ്പേസസും കൂടുതലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഫുള്ളി റിലാക്സേഷന് വേണ്ടി പോവുകയാണെങ്കിൽ റിസോർട്ട് ആയിരിക്കും മേ ബി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ. പക്ഷേ എയർബിൻബി ആകുമ്പോൾ നമുക്ക് കുക്കിങ്ങും നമുക്ക് പ്രൈവറ്റ് സ്പേസും കൂടുതൽ അവൈലബിൾ ആയിരിക്കും. എയർബിൻബി മോസ്റ്റ്ലി നമുക്ക് ആപ്സിൽ കൂടെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ എയർബിൻബി ചൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സെലക്ട് ചെയ്ത അതേ കൈൻഡ് ഓഫ് സെയിം റൂം തന്നെയാണ് ഞങ്ങൾക്ക് അവൈലബിൾ ആയതും. നമ്മൾ മോസ്റ്റ്ലി പല സൈറ്റ്സിലായി കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യുന്ന പ്ലേസസ് ആവില്ല. നമ്മൾ ചിലപ്പോൾ നേരിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേറെ കൈൻഡ് ഓഫ് പ്ലേസസ് ആയിരിക്കും. അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ട് അവർ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കവിടെ പോകുന്ന സമയത്ത് കിട്ടണമെന്നില്ല. പക്ഷേ ഞങ്ങൾ പോയ എയർബിൻബിയിൽ അത്രയും നല്ല സ്റ്റേ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഗോവൻ ട്രിപ്പിലെ 6th ഡേ ആയിട്ടോ. 6th ഡേ എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ഫൈനൽ ഡേയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർബിൻബിയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ പോയത് ഓൾഡ് ഗോവയിലോട്ടാണ്. ഓൾഡ് ഗോവ അല്ലെങ്കിൽ വെൽഹ ഗോവ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് പോർച്ചുഗീസുകാരുള്ള കാലത്ത് പോർച്ചുഗീസ് ഗോവ എന്നായിരുന്നു നമ്മുടെ ഗോവ അറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസ് ഗോവയുടെ ക്യാപിറ്റലായിരുന്നത് ഓൾഡ് ഗോവയായിരുന്നു. ഓൾഡ് ഗോവയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. സ്റ്റണ്ണിങ് ആയിട്ടുള്ള ആർക്കിടെക്ചറും അതുപോലെ തന്നെ ചർച്ചസും നമ്മുടെ ഹിസ്റ്ററി റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളും ഓൾഡ്
ഗോവയിലാണ് നമുക്ക് റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത്. യുനെസ്കോ വേൾഡിൻ്റെ ഹെറിറ്റേജ് സൈറ്റും അതുപോലെ തന്നെ ഹിസ്റ്ററി ലവേഴ്സിനും കൾച്ചർ എന്തൂസൈസ്റ്റിനും ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലവും കൂടാണ് ഓൾഡ് ഗോവ. ഞങ്ങൾ ഓൾഡ് ഗോവയ്ക്ക് പോകുന്ന വഴികൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയാലിം ബ്രിഡ്ജ് പാസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓൾഡ് ഗോവയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഓൾഡ് ഗോവ പൊയ്ക്കൊണ്ടിരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളും കാണാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾഡ് ഗോവയിലെ ഏറ്റവും ടോപ്പ് അട്രാക്ഷൻ ആയിട്ടുള്ള ബാസിലിക്ക ഓഫ് ബോം ജീസസ്, സേ കത്തീഡ്രൽ, ചർച്ച് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി, ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ ഇമാക്കുലേറ്റ്, ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫ് ഗോവ, വൈസറീസ് ആർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾഡ് ഗോവയിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് നവംബർ ടു ഫെബ്രുവരി ആണ്. ആ സമയത്ത് ഇവിടെ നല്ല വെതർ നല്ല പ്ലസന്റ് ആയിരിക്കും എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അങ്ങനെ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളതാണ് ഇവിടെ പല സൈറ്റ്സും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് ബാസിലിക്ക ഓഫ് ബോം ജീസസിലാണ്. ബാസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ചർച്ച് ഇൻ ഇന്ത്യയാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. ഇത് ഓൾഡ് ഗോവയുടെ നോർത്ത് സൈഡിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ റിമെയിൻസ് ഓഫ് സെന്റ് ഫ്രാൻസിസ് സേവിയറുടെ ക്രിസ്ത്യൻ മിഷണറിയും കൂടെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 1605 ബിൽഡ് ചെയ്ത ഓൾഡസ്റ്റ് ചർച്ചായ ഒന്നാണ് ബാസിലിക്ക ഓഫ് ബോം ജീസസ്. ഇവിടെ സെന്റ് ഫ്രാൻസിസ് സേവിയറുടെ ബോഡിയുടെ റിമെയിൻസും അതുപോലെ തന്നെ ഗ്ലാസ് കോഫിൻസും സിൽവർ കാസറ്റിൽ നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ ഇവിടുത്തെ കാവിങ്സും മാർബിൾ ഫ്ലോറിങ്ങും സ്റ്റണ്ണിങ് ആയിട്ടുള്ള അൽത്താസുമാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം. ഈ ചർച്ചിലെ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് സേവിയറുടെ ലൈഫിനേക്ക് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായി സാധിക്കും. മോർണിംഗ് 9 AM ടു ഈവനിങ് 6:30 PM ആണ് ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ടൈമിങ്സ്. അതേപോലെ തന്നെ മാസിന് വരുന്ന ആൾക്കാരാണെങ്കിൽ 8 AM ടു 6 PM ഓൺ സൺഡേസ് ആണ് അവൈലബിൾ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇവിടെ എൻട്രി ഫീ ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വിസിറ്റ് ചെയ്യാനായി സാധിക്കും. ഇവിടുത്തെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരി ആണ്. ഗോവയിലെ ഏറ്റവും കൂളർ സീസൺ എന്ന് പറയുന്നതും നവംബർ ടു ഫെബ്രുവരി ആണ്. ഈ സീസണിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കൂളായിട്ട് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളെല്ലാം കണ്ട് പിക്സ് ഒക്കെ എടുത്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ സേ കത്തീഡ്രൽ, വൺ ഓഫ് ദ മോസ്റ്റ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് മാഗ്നിഫിഷ്യൻറ്റ് ചർച്ച് ഇൻ ഏഷ്യയിലാണ് എത്തിയത്. ഇത് ഓൾഡ് ഗോവയിലുള്ള ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ചർച്ചാണ്. പോർച്ചുഗീസുകാരുള്ള കാലത്ത് മുസ്ലിം റൂളേഴ്സിനുമായി ഫൈറ്റ് ചെയ്ത് അവർ ബിൽഡ് ചെയ്ത ഒരു ചർച്ച് കൂടിയാണിത്. ഗ്രാൻഡ് ആർക്കിടെക്ചറും ഗോൾഡൻ ബെല്ലും സെന്റ് കാത്തറീൻസ് ടൈപ്പിലും ആൽത്താറും ഇന്റീരിയേഴ്സും അങ്ങനെ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 7:30 AM ടു 6 PM ആണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമിങ്സ്. എൻട്രി ഫീ ഒന്നും നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിലാണ്, അല്ലെങ്കിൽ ആഫ്റ്റർനൂണിൽ നല്ല പീസ്ഫുൾ ആയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനായി സാധിക്കും. ഇവിടെ ഒരുപാട് വ്യൂസും നല്ല ആർക്കിടെക്ചറുമാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. പോർച്ചുഗീസുകാരുടെ പല ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്റ്റൈൽസും കാർവിങ്സും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഗോൾഡൻ ബെൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് മെലഡിയസ് ചർച്ച് ബെല്ലാണ്.
തിരിച്ച് നാട്ടിലേക്ക് പോകാനായി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ആക്ച്വലി നമുക്ക് ഗോവയിൽ 2 എയർപോർട്ട്സ് കാണാനായി പറ്റും. ഒന്ന് നോർത്ത് ഗോവയിലുള്ള എയർപോർട്ടും പിന്നെ ഒന്ന് സൗത്ത് ഗോവയിലെ ഡാബലിം എയർപോർട്ടും. നോർത്ത് ഗോവയിലുള്ള എയർപോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബാഗ, അഞ്ജന, വാഗറ്റാർ, മോർജിം എന്നിലെ സ്ഥലങ്ങളിലേക്ക് പോകാനായി സാധിക്കും. അതുപോലെ തന്നെ ഡാബലിം എയർപോർട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് അവിടുന്ന് കോൾവ, പലോലം, ബെനോലം എന്നുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് റിലാക്സ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ട്രാവൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ മോഡസ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഈ വേൾഡിലെ ഏറ്റവും ടൈനി പ്ലേസ് ആണ് ഞാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതെന്ന് സെൽഫ് റിയലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ വൺസ് ഇൻ ഇയർ നിങ്ങൾ എന്തായാലും ട്രാവൽ ചെയ്യണം. ഫിനാൻഷ്യൽ ഇഷ്യൂവർ പെർ മന്ത് ഒരു സ്മോൾ എമൗണ്ട് എങ്കിലും സേവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡിയറസ്റ്റ് വൺസിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ട്രാവൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അനീറ്റ ദേശായി പറയുന്ന പോലെ wherever you go becomes a part of you somehow.